Hello friends, welcome to 𝙑𝙑𝙬𝙬𝙯 ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ആക്ച്വലി പറയാൻ പോകുന്നത് യൂണിക്കാർഡിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പോസ്റ്റ് പേ കാർഡ്, സ്ലൈസ് കാർഡ് എന്നൊക്കെ പറഞ്ഞ് കുറേ കമ്പാരിസൺ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഞാൻ ആക്ച്വലി വീഡിയോ എടുക്കാറ് നമ്മുടെ കാർഡിൻ്റെ പർപ്പസിലൊക്കെ ഫിനാൻഷ്യൽ ക്രെഡിറ്റ് കാർഡ് അതുപോലെ കാർഡുകളിലൊക്കെ നോർമലി വീഡിയോ എടുക്കാറ് നമ്മൾ അല്ലെങ്കിൽ റിവ്യൂ ചെയ്യാറൊക്കെ ഞാൻ ആക്ച്വലി ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള കാർഡുകളെ കുറിച്ചാണ് ആക്ച്വലി റിവ്യൂ കാര്യങ്ങളൊക്കെ പറയാറ്. അപ്പോൾ യൂണിക്കാർഡും സ്ലൈസ് കാർഡും ഞാൻ ആക്ച്വലി എനിക്ക് ശരിക്കും സ്ലൈസ് കാർഡ് എനിക്ക് ആക്ച്വലി അത് വെയിറ്റിംഗ് ലിസ്റ്റിലാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ യൂണിക്കാർഡ് നമ്മൾ ആക്ച്വലി വെറുതെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ നമ്മുടെ പിൻ കോഡ് സർവീസബിൾ ആയിരുന്നില്ല ആദ്യം. അപ്പോൾ ഇപ്പോൾ എനിക്ക് 2 ദിവസം മുമ്പ് നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ പിൻ കോഡ് സർവീസബിൾ ആണ്, നമുക്കിപ്പോൾ യൂണിക്കാർഡ് അവൈലബിൾ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു മെസ്സേജ് വാട്സപ്പിൽ. അപ്പോൾ അവർക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മുടെ യൂണിക്കാർഡിന് വാട്സപ്പ് സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇന്നലെ യൂണിക്കാർഡിൻ്റെ ഇത് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ ആക്ച്വലി സംഭവങ്ങളൊക്കെ ചെയ്തു. നമുക്കൊരു 20,000 ക്രെഡിറ്റ് കിട്ടിയിരുന്നത്. ശരിക്കും നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇത് ക്രെഡിറ്റ് ലൈനാണ്, ശരിക്കും ക്രെഡിറ്റ് കാർഡ് അല്ല. അതുകൊണ്ടാണ് നമുക്ക് വ്യത്യാസം. ഇത് പേ ലേറ്റർ കാർഡാണ്. അപ്പോൾ ക്രെഡിറ്റ് ലൈനാണ് ശരിക്കും ആക്ച്വലി വരുന്നത്. അപ്പോൾ നമ്മുടെ ആക്ച്വലി ഇവർ ഭയങ്കര കുറച്ചിട്ട് നോർമലി ഭയങ്കര ക്രെഡിറ്റ് ലിമിറ്റ് ഭയങ്കര കുറച്ചിട്ടാണ് സാധാരണ എല്ലാവർക്കും കൊടുക്കാറ്. എന്ന് വെച്ചാൽ നമുക്ക് ക്രെഡിറ്റ് കാർഡിൽ ചിലപ്പോൾ 2 ലക്ഷം 3 ലക്ഷം കിട്ടി എന്താ വെച്ചാൽ ക്രെഡിറ്റ് കിട്ടിയവർക്ക് ചിലപ്പോൾ ഇതിൽ 10,000 5,000 രൂപയ്ക്കൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് 20,000 രൂപയാണ് കിട്ടിയത്. അപ്പോൾ യൂണിക്കാർഡ് നിങ്ങൾക്ക് അറിയായിരിക്കും എൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ ഫീസും കാര്യമൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ഒന്നെങ്കിൽ 1/2 ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ 1/3 ആയിട്ട് കൺവേർട്ട് ചെയ്യാം. നോ എക്സ്ട്രാ ചാർജസ്, ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും EMI ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കും, അതുപോലെ പ്രോസസ്സിംഗ് ചാർജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്കിത് ഫ്രീ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊരു പ്രത്യേകത. പിന്നെ നമ്മൾ ഇതിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. നമുക്ക് ആക്ച്വലി ഇത് ഫുൾ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി 30 days ആണ് കിട്ടുക. ഫുൾ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1% വരെ ക്യാഷ് ബാക്ക് കിട്ടാനും. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി നമ്മൾ തമ്മിൽ കൊടുത്ത പോലെ തന്നെ എനിക്ക് ഒരു മാസം എനിക്ക് ആക്ച്വലി ഒരു 10,000 15,000 15,000 സംതിങ് റേഞ്ചിൽ നമുക്ക് ചിലവുണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് ശരിക്കും ആക്ച്വലി ഒരു ശതമാനം നമുക്ക് ഫുൾ ഇത് ഈ കാർഡ് വെച്ച് ഫുൾ അടക്കുകയാണെങ്കിൽ എനിക്കൊരു 1,500 രൂപ വരെ മാസം നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ചാൻസ് എല്ലാം കിട്ടും എന്ന് വെച്ചാൽ നമുക്ക് ഫുള്ളായിട്ട് പേ ചെയ്താൽ മാത്രമേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും എനിക്ക് കിട്ടിക്കുന്ന ആക്ച്വലി 1/2 കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പേയ്മെൻറ്റ് ചെയ്തു, ഒരു 500 രൂപ ചെയ്തു. അപ്പോൾ നമുക്കത് ശരിക്കും അതിൽ ആക്ച്വലി ഷോ ചെയ്യുക 250, അടുത്ത മാസത്തേക്ക് 250, 2 മാസത്തേക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഷോ ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട്. അതായത് എക്സ്ട്രാ ചാർജും അതുപോലെ സിബിൽ സ്കോറിനൊന്നും എഫക്ട് ചെയ്യാണ്ടാണ് ഈ സംഭവം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു പ്രത്യേകത തന്നെയാണ് യൂണിക്കാർഡിൻ്റെ. അപ്പോൾ അതുകൊണ്ടൊരു മെയിൻ റീസൺ കൊണ്ട് തന്നെയാണ് ശരിയാക്കി ആക്ച്വലി ഞാനിപ്പോൾ അപ്ലൈ ചെയ്തതും. അപ്പോൾ ഞാൻ എന്തായാലും ഇത് എൻ്റെ കാർഡ് വന്നിട്ടില്ല, കാർഡിൻ്റെ അൺബോക്സിങ് ഞാൻ പിന്നെ കാണിച്ചു തരാം. അതിൻ്റെ വേറെ ഒരു വെറൈറ്റി അൺബോക്സിങ് ഒക്കെ ഒരു ഫോൺ പോലത്തെ ഒരു വെറൈറ്റി ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എന്തായാലും അത് വേറെ നമുക്ക് വീഡിയോ ചെയ്യാം. ആക്ച്വലി ഞാൻ എൻ്റെ ആപ്പിൽ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ഔട്ട് നോക്കി നോക്കട്ടെ. നമ്മൾ ആമസോണിൽ നമ്മളൊരു സ്റ്റോർ തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ഔട്ട് നോക്കിയാൽ നമ്മൾ എന്തായാലും ഇവിടെ കാണിക്കുന്നുണ്ട്. ഒന്ന് ചെക്ക് ഔട്ട് നോക്കി നോക്കട്ടെ. നമ്മൾ യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സും അതുപോലെ എല്ലാ കാറ്റഗറിയിലും ടോപ്പ് കാറ്റഗറീസിലും എല്ലാത്തിനും നമ്മളൊരു ആമസോണിൻ്റെ ഹോം പേജ് പോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ ഹോം പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെക്ക് ഔട്ട് നോക്കി നോക്കട്ടെ. നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാം, എക്സ്ട്രാ ചാർജൊന്നും ഇല്ലാണ്ട് തന്നെ. അതുപോലെ തന്നെ ചാനലിന് സപ്പോർട്ടുമാണ്. അപ്പോൾ ഒന്ന് ട്രൈ നോക്കുക. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ എന്തായാലും മൊബൈലിലേക്ക് പോകാനായിട്ട് മുമ്പ് ഇപ്പോൾ ആക്ച്വലി ഇതിന് കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇത് ഇൻ്റർനാഷണൽ കാർഡിന് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷന് അപ്രൂവ്ഡ് ആയിട്ടില്ല. കമ്മിങ് സൂൺ നമ്മുടെ ഇവിടെ സൈറ്റിലും കാര്യങ്ങളൊക്കെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ 3 months വരെ നമുക്ക് ആക്ച്വലി EMI ഇപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. പക്ഷേ 6 തൊട്ട് 18 months വരെ ഇതിൽ ആഡാവും റീസെൻ്റ്ലി തന്നെ. അതും കമ്മിങ് സൂൺ തന്നെയാണ്. അപ്പോൾ ഈ 2 മെയിൻ കാര്യങ്ങൾ നമുക്കിപ്പോൾ അവൈലബിൾ അല്ല. പക്ഷേ കമ്മിങ് സൂൺ ഉണ്ടെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന ഒരു മാക്സിമം 6 മാസത്തിലൊക്കെ ഇത് ആക്റ്റീവ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ കാർഡിനവർക്കും ചിലപ്പോൾ ഈ ഫീച്ചേഴ്സ് ഫുൾ ഇനി കിട്ടും. പക്ഷേ ഇനി കാർഡ് ഓൾറെഡി യൂസ് ചെയ്യുന്നവർക്കും ഈ ഫീച്ചേഴ്സൊക്കെ കിട്ടും കേട്ടോ. ഇപ്പോൾ നമുക്ക് EMI കാര്യം പറഞ്ഞാൽ 3 months മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് 1/3 കാർഡാണെങ്കിൽ നമുക്ക് ഓൾറെഡി 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് നമുക്ക് അടയ്ക്കാം. പിന്നെ ഇതിൻ്റെ പ്രത്യേകത വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പ്ലിറ്റ് ട്രാൻസാക്ഷൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു 2 ട്രാൻസാക്ഷൻ ചെയ്തു. ഒരു 1000 രൂപയുടെ ഒരു ഡ്രസ്സ് എടുത്തു, പിന്നെ നമ്മളൊരു 1000 രൂപയ്ക്ക് എന്തെങ്കിലും ചെയ്ത് ഫുഡ് കഴിച്ചു. ശരിക്കും നമുക്ക് വേണമെങ്കിൽ ഈ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ ഫുൾ അടയ്ക്കാനും 2ാമത്തെ ട്രാൻസാക്ഷൻ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് അടയ്ക്കാനും പറ്റും. അല്ലെങ്കിൽ ഇത് തന്നെ EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. 1000 രൂപ കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല, മിനിമം 3000 ആ റേഞ്ചിൽ വരണം. 2,500 ടു മിനിമം എന്നുണ്ട് അത് വരണം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാലുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ട്രാൻസാക്ഷൻസിനെ സ്പ്ലിറ്റ് ചെയ്ത് അടയ്ക്കാനും പറ്റും, സ്പ്ലിറ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്യാനും പറ്റും. അതൊരു നല്ലൊരു കാര്യം തന്നെ. അത് നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ പോലും ഇല്ലാത്തൊരു ഫീച്ചറാണ്. അതുപോലെ തന്നെ നമുക്കിതിൽ ഇൻസ്റ്റൻറ്റ് ക്യാഷ് ബാക്കാണ് നമുക്ക് അപ്പം തന്നെ കിട്ടുക.
അപ്പോൾ നമ്മളിപ്പോൾ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി ഒരു സ്വിഗ്ഗിയിലോ ട്രാൻസാക്ഷൻ ചെയ്തിട്ടുണ്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ തന്നെ നമുക്കൊരു ക്യാഷ് ബാക്ക് അവിടെ കാണിക്കും. നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ പേയ്മെൻറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇവരുടെ ഒരു കൺസെപ്റ്റ് ഇതാണ്, നമ്മൾ ഫുൾ പേയ്മെൻറ്റ് ചെയ്താൽ അപ്പോൾ തന്നെ നമുക്കൊരു 1% ക്യാഷ് ബാക്ക് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഒരു എക്സ്ട്രാ ചാർജും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ സിബിലിനെ എഫക്റ്റ് ചെയ്യാണ്ട് തന്നെ നമുക്കത് 1/2 കാർഡാണെങ്കിൽ 2 വർഷത്തേക്ക് 2 മാസമായിട്ട് അടയ്ക്കാം. 1/3 കാർഡാണെങ്കിൽ നമുക്ക് 3 മാസത്തേക്ക് അടയ്ക്കാം. അതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു 3 മാസത്തെ EMI എടുക്കുന്ന പോലത്തെ ഒരു ഫീച്ചറാണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഞാൻ ആക്ച്വലി നമ്മുടെ തമിഴിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കിത് ആക്ച്വലി ഈ കാർഡ് കൊണ്ട് നമുക്ക് മാസം ഒരു 1500 2000 രൂപ വരെ ലാഭിക്കാം. എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്താ വെച്ചാൽ ആക്ച്വലി നിങ്ങൾക്ക് അറിയാം, ഞാൻ അപ്പോൾ ഓൾറെഡി പറഞ്ഞു നമുക്കൊരു ഞാനിപ്പോൾ എന്തായാലും ഒരു ഫോൺ വെക്കട്ടെ. ഇപ്പോൾ പോയിന്നെ ഫോൺ. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഫുൾ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി ഞാൻ ഇപ്പോൾ എൻ്റെ ഒരു മാസത്തിൽ ശരിക്കും ഒരു 15,000 to 20,000 ചിലവുണ്ട് ഓൾമോസ്റ്റ് ഒരു അപ്രോക്സ് ആട്ടാ. അപ്പോൾ നമുക്കിതിൽ നമ്മൾ ഈ കാർഡ് വെച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ ആക്ച്വലി ഇപ്പോൾ എടുത്തിട്ടുള്ള ഞാൻ ഇത് വെച്ചുള്ള ഉപയോഗിക്കുന്ന ഒരു പരിപാടി ഉണ്ട് എനിക്ക്. എന്നിട്ട് ഇങ്ങനെ ക്യാഷ് ബാക്ക് കിട്ടുമെന്ന് നമുക്ക് നോക്കണമല്ലോ. അപ്പോൾ ക്യാഷ് ബാക്ക് കിട്ടുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ അവിടെ കസ്റ്റമർ കെയർ സ്റ്റാർട്ട് ചെയ്തൊക്കെ ചെയ്തു. പിന്നെ നമുക്ക് ഇതിൻ്റെ കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നത് SBM ബാങ്ക് ആണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൗറീഷ്യസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആക്ച്വലി പോസ്റ്റ് പേ കാർഡും SBM ബാങ്ക് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ലേസി കാർഡ് ഇതൊക്കെ SBM ബാങ്ക് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു RBI അപ്രൂവ്ഡ് ബാങ്ക് തന്നെയാണ്, ഒരു ഫോറിൻ ബാങ്കാണ്, പക്ഷേ ഇന്ത്യയുടെ സബ്സിഡറിയാണത്, SBM ബാങ്ക് ഇന്ത്യ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ഞാൻ അപ്പോൾ ഒരു 20,000 രൂപ ഒരു മാസം പേ ചെയ്തു. അപ്പോൾ നമുക്ക് അപ്പോൾ തന്നെ നമ്മൾ ഫുൾ പേയ്മെൻറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് അതിൻ്റെ 1% കിട്ടി. 20,000-ൻ്റെ 1% നമുക്ക് അപ്പോൾ തന്നെ കിട്ടി. അപ്പോൾ അതൊരു നല്ല കാര്യമല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇപ്പോൾ ഒരു 50,000 രൂപ നമുക്ക് ഒരു മാസം ചിലവുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ 50,000-ൻ്റെ 1% നമുക്ക് അപ്പോൾ തന്നെ കിട്ടി. അപ്പോൾ നമുക്ക് ആ ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടുന്നതാണ്, ഡയറക്റ്റ് ക്യാഷ് ബാക്ക് കിട്ടുന്നതാണ്. നമുക്കത് വേണമെങ്കിൽ നമുക്കത് ഒന്നെങ്കിൽ ഡിഡക്റ്റ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ നമുക്ക് അത് ഡയറക്റ്റ് നമ്മുടെ ഒരു സേവിങ്സ് പോലെ തന്നെ അത് നമുക്ക് ഓൾറെഡി കിട്ടിയ പോലെ തന്നെയാണ്. നമുക്ക് ഇന്ന് എന്താ പറയുക, അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓൾറെഡി കിട്ടിയ പോലെ തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തമ്മിൽ കൊടുത്തത്, ക്ലിക്ക് ബൈറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് നമുക്കെന്ന് വെച്ചാൽ നമുക്കൊരു നമ്മൾ എത്ര ട്രാൻസാക്ഷൻ ചെയ്താൽ നമ്മുടെ ലിമിറ്റ് അനുസരിച്ചിട്ട് അതിൻ്റെ ഫുൾ ട്രാൻസാക്ഷൻ നമ്മൾ ഒരു 1 മന്ത് കഴിയുമ്പോൾ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന് 1% കറക്റ്റായിട്ട് കിട്ടിയിരിക്കും കേട്ടോ. അത് ഡിഡക്റ്റ് ചെയ്തിട്ടാൽ നമുക്ക് അതിൻ്റെ എമൗണ്ട് വരുള്ളൂ ഫുൾ പേയ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ. അതാണ് അതിൻ്റെ പ്രത്യേകത. നമുക്ക് ഇപ്പോൾ 20,000 ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, 1000 രൂപ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ പേയ്മെൻറ്റ് മോഡ് എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൽ 1% കട്ട് ചെയ്തിട്ടാണ് പേയ്മെൻറ്റ് വരുള്ളൂ, പേയ്മെൻറ്റിൻ്റെ സെക്ഷൻ വരുള്ളൂ. അതിൽ 1%, 1000-ൻ്റെ 1% കട്ട് ചെയ്തിട്ടുള്ള പേയ്മെൻറ്റാണ് താഴെ വരുള്ളൂ. അപ്പോൾ തന്നെ നമുക്കത് സേവ് ചെയ്തു. അപ്പോൾ തന്നെ നമുക്ക് ശരിക്കും അത് നമ്മുടെ അക്കൗണ്ടിൽ അത് ലാഭിച്ചു. അപ്പോൾ അതാണ് ഞാൻ അങ്ങനെ ഒരു ഇതിടാൻ കാരണം. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ മൊബൈലിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ മൊബൈലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി കാണിച്ചായിരുന്നു നമ്മുടെ മൊബൈൽ. നമ്മൾ യൂണിക്കാർഡിൻ്റെ ആപ്പ് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ യൂണിക്കാർഡിൻ്റെ ആപ്പ് കൊടുത്ത് നമ്മൾ ഫിംഗർ പ്രിൻ്റ് ഓതറിക്കേഷനാണ് കൊടുത്തേക്കുന്നത് ഫസ്റ്റ് തന്നെ. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ എൻ്റെ ട്രാൻസാക്ഷൻ ഞാൻ ഇതിലോട്ട് യൂസ് ചെയ്ത എമൗണ്ട് ഇവിടെ കാണിക്കും ഹോം പേജിൽ തന്നെ. അപ്പോൾ മോളെ എൻ്റെ പേര് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 95 എന്നാണ് കാണിച്ചിരിക്കുന്നത്. ആക്ച്വലി ഇതെൻ്റെ 1/2 കാറാണ്. ഞാൻ ആക്ച്വലി ഉപയോഗിച്ചിരിക്കുന്നത് 190 രൂപയാണ്. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ 95 ഒരു 2 മാസത്തായിട്ട് കാണിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി താഴെ കാണിക്കാം. ലാസ്റ്റ് ട്രാൻസാക്ഷൻ സ്വിഗ്ഗിയിൽ നിന്ന് കാണിച്ചിട്ടുണ്ട്. പെയിൻഫുള്ളാണെങ്കിൽ നമുക്ക് 2 രൂപ കിട്ടുന്നു. നമുക്കെന്ന് വെച്ചാൽ 190-ൻ്റെ ഒരു 1% കിട്ടുന്നതാണ് 2.28 രൂപ. അതുപോലെ ഓൾ ട്രാൻസാക്ഷൻ കൂടെ കളറുണ്ട്. ഞാൻ വേറെ ഓൾ ട്രാൻസാക്ഷൻ ഒന്നും ഇല്ല അതിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ യുവർ കാർഡ് ഇസ് ഇൻ പ്രിൻറ്റിംഗ്, ഇറ്റ് വിൽ ബി ഡെലിവേർഡ് ടു യു വിത്തിൻ 5 to 7 days കൊടുത്തിട്ടുണ്ട്. ട്രാക്ക് സ്റ്റാറ്റസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാർഡ് പ്രിൻറ്റിംഗ് ഇസ് ഇൻ പ്രോഗ്രസ് കൊടുത്തിട്ടുണ്ട്. പ്രിൻറ്റിംഗ് യൂഷ്വലി ടേക്സ് 1 to 2 days കൊടുത്തിട്ടുണ്ട്. അതുപോലെ വൺസ് ഡൺ ഇറ്റ് വിൽ ബി ഡെലിവേർഡ് യുവർ അഡ്രസ് വിത്തിൻ 4 to 5 days. അപ്പോൾ അവരുടെ അഡ്രസ്സ് നമുക്ക് മാറ്റി കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അവർ. അതെനിക്ക് നല്ല കാര്യമാണ്. നമ്മുടെ ആധാറിലുള്ള അഡ്രസ്സ് അല്ലാണ്ട് തന്നെ നമുക്ക് വേറെ അഡ്രസ്സ് നമുക്ക് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. അങ്ങനെ ഒരു നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫീച്ചർ അവിടെ കിട്ടുന്നുണ്ട്. ആംബുലൻസ് കൊണ്ട് പോട്ടെ, ഓക്കെ. അപ്പോൾ അത് പോയി. അപ്പോൾ ആംബുലൻസ് ഒക്കെ പോയി. നമുക്ക് ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. അപ്പോൾ താഴെയായിട്ട് നമുക്ക് അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. കൺഗ്രാജുലേഷൻ ഓൺ അൺലോക്കിംഗ് ദ പവർ ഓഫ് പേ 1/2 എന്ന് കൊടുത്തിട്ടുണ്ട്. എനേബിൾ നമുക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് എനേബിൾ ചെയ്യാം. നമുക്കിവിടെ ഫ്യൂവൽ സർചാർജ് ഫ്രീ ആണ്. അപ് ടു 500 rupees പെർ ബില്ലിംഗ് സൈക്കിൾ ഇസ് നൗ കംപ്ലീറ്റ്ലി വൈവ്ഡ് ഓഫ് ആണ്. അത് നമ്മുടെ നോർമൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് പോലെ തന്നെയാണ്. അപ്പോൾ കാർഡ് ഡീറ്റെയിൽസ് കാണണമെങ്കിൽ നമുക്ക് ഒന്നും കൂടെ കൊടുക്കാം. അല്ലെങ്കിൽ താഴെയായിട്ട് 4 മെനൂസ് ഉണ്ട്, നമുക്ക് അതിലേക്ക് പോവാം. പിന്നെ കമ്മിങ് സൂൺ ഇത് ടേക്സ് ഓൾ ദ ടൈം യു നീഡ്, ചൂസ് അഫോർഡബിൾ ലോങ്ങർ EMI പ്ലാൻസ് ഫ്രം 6, 9, 12, 18+ months കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 24 month വരെ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അത് കമ്മിങ് സൂൺ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞല്ലോ. പിന്നെ സേഫ് ആൻഡ് സെക്യൂർ ട്രാൻസാക്ഷൻ കൊടുത്തിട്ടുണ്ട്. അവർ സിസ്റ്റം എൻഷുവേഴ്സ് ദാറ്റ് ഓൾ ദ ഡാറ്റ ഈസ് സേഫ്, സെക്യൂർ, എൻക്രിപ്റ്റഡ് ആൻഡ് നോ വൺ ക്യാൻ ആക്സസ് ഇറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവരെ സപ്പോർട്ടായിട്ട് care@uni.club അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് അടുത്തത് കാർഡ് ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കാർഡ് ഡീറ്റെയിൽസ് ഇവിടെ കാണാം. അത് ആക്ച്വലി ഒരു ഹിഡൻ പോലെ വെച്ചൊക്കെയാണ്. എനിക്ക് ആക്ച്വലി ലിമിറ്റഡ് ഇടാന്ന് 20,000 ആയിരുന്നു. അപ്പോൾ അതിൽ നമുക്കൊരു 190 യൂസ് ചെയ്തു. സമ്മറി എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ
പേ അൺബില്ല് നമുക്ക് അൺബില്ല് ചെയ്യാത്തത് നമുക്ക് പേ ചെയ്യാം. എനിക്ക് ബിൽ ഡേറ്റ് വന്നേക്കുന്നത് 11th ആണ്, ഡ്യൂ ഡേറ്റ് വന്നേക്കുന്നത് 20th ആണ്, ഫെബ്രുവരി മന്താണ്. അപ്പോൾ കാർഡ് ഡീറ്റെയിൽസ് ഇട്ടെങ്കിൽ ഇതെങ്ങനെ സ്വൈപ്പ് ചെയ്ത് നമുക്ക് കാർഡ് ഞാൻ ഓൾറെഡി ലോക്ക് ചെയ്ത്, നിങ്ങൾ എന്തായാലും കാർഡ് യൂസ് ചെയ്തില്ലെങ്കിൽ അപ്പോൾ ലോക്ക് ചെയ്ത് വെക്കിയിട്ടാന്ന് വെച്ചാൽ ഈ നമുക്കൊരു സെക്യൂരിറ്റി ലെയറാണ് ഇവർ ഈ ഫീച്ചർ കൊടുത്തേക്കുന്നത് തന്നെ. RBI അങ്ങനെ പറഞ്ഞിട്ടാണ് നമുക്ക് ആവശ്യമില്ലാത്തപ്പോൾ ഇത് ക്രെഡിറ്റ് കാർഡിന് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ കാർഡ് ഓഫ് ചെയ്ത് വയ്ക്കുക. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കാണാം. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് 95 പേ ഇൻ ഫുൾ ആണെങ്കിൽ നമുക്ക് 2.28 കിട്ടും ക്യാഷ് ബാക്ക് ആയിട്ട്. എന്ന് വെച്ചാൽ അത് ഡയറക്റ്റ് തരാൻ നമുക്ക് നമ്മുടെ നിന്ന് വാങ്ങിക്കുള്ളൂ, അങ്ങനെയാണ് പരിപാടി. ലാസ്റ്റായിട്ട് നമുക്ക് ഒരു റിവാർഡ് സെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഗെറ്റ് 1.2% ക്യാഷ് ബാക്ക് ഓൺ ഓൾ യുവർ ട്രാൻസാക്ഷൻ ബൈ പേയിങ് ഇൻ ഫുൾ എന്ന് കൊടുത്തിട്ടുണ്ട്. കമ്മിങ് സൂൺ ആയിട്ട് യൂണിക്കോയിൻസ് ഒരു ഫീച്ചർ വരുന്നുണ്ട്. നമുക്കൊരു റിവാർഡ് പോയിൻറ്റ്സ് റിവാർഡ് കോയിൻസ് പറഞ്ഞ പോലെ. അതേപോലെ കമ്മിങ് ലേറ്റർ ദിസ് ഇയർ എന്ന് പറഞ്ഞിട്ട് 5x യൂണി സ്റ്റോർ എന്നൊരു കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരുന്നത് ആക്ച്വലി ഇപ്പോൾ ഇത് എൻ്റെ ആപ്പൊക്കെ ശരിക്കും ഒരു ബീറ്റാ സ്റ്റേജിലൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് വരുമ്പോൾ ഇതിൽ കുറേ ഫീച്ചേഴ്സൊക്കെ എനേബിൾ ആയിട്ട് വരും. അപ്പോൾ ഫ്യൂച്ചറിൽ ഇത് ആക്ച്വലി നല്ല ഒരു ഇതായിട്ട് വരുമെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ പോസ്റ്റ് പേ കാർഡ് ഞാൻ ആക്ച്വലി ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഒരു 6 മാസമൊക്കെ ആയിട്ടുണ്ട്. അതിൽ നല്ല കുഴപ്പമില്ലാത്ത ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും കുറച്ചൊക്കെ ആവാനുണ്ട്, കുറച്ചുകൂടി ഒന്ന് ശരിയാവാനൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ അതിൽ നമുക്ക് കാർഡ് റീപ്ലേസ്മെൻറ്റ് ഫീച്ചറൊന്നും ഇല്ല. അത് ഞാൻ അവിടെ പറഞ്ഞപ്പോൾ അത് ആ ഫീച്ചർ ആഡ് ആവുമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിലും അങ്ങനെ ഒരു ഫീച്ചർ ഉണ്ടോ എന്ന് എനിക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ എന്തായാലും ആർക്കും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ഒരു കാർഡിൻ്റെ ഡീറ്റെയിൽ. എന്തായാലും നമ്മുടെ കാർഡ് ഡെലിവേർഡ് ആയിട്ട് നമ്മൾ അതിൻ്റെ കുറിച്ച് വേറെ വീഡിയോ എടുക്കുന്നതാണ്. അതുപോലെ കാർഡിൻ്റെ എന്താ പറയുക, കാർഡിൻ്റെ ട്രാൻസാക്ഷൻ്റെ ക്യാഷ് ബാക്കിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ പറയാം. അപ്പോൾ കാർഡ് അൺബോക്സിങ് നമ്മൾ വേറെ സെപ്പറേറ്റ് വീഡിയോ കാർഡ് കിട്ടിയിട്ട് പറയാം. എനിക്ക് എത്ര ദിവസം എടുത്തെന്നൊക്കെ നമ്മൾ അതിൽ നോക്കിയിട്ട് പറയാം. നമുക്കൊരു മെസ്സേജ് BSNL വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആക്ച്വലി ഞാൻ അപ്ലൈ ചെയ്യേണ്ട കാര്യം പറയാം. നമ്മൾ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ആപ്പ് എടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക. നമ്മുടെ അതിലടുത്ത സ്റ്റേജ് അവർ ചോദിക്കുന്നത് ആധാറിൻ്റെ ആണ്. ആധാർ നമ്പർ ചോദിക്കും. അപ്പോൾ ആധാർ നമ്പറിൽ OTP വരും. അതിന് അവർ നമ്മുടെ ഇവർ നോക്കുന്നത് ക്രിഫ് സ്കോറാണ് കേട്ടോ. ക്രിഫ് ക്രെഡിറ്റ് സ്കോർ. ആക്ച്വലി 4 ക്രെഡിറ്റ് സ്കോർ 4 ക്രെഡിറ്റ് സ്കോറാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. ക്രിഫ്, എക്സ്പീരിയൻസ്, സിബിൽ ഓരോന്നുണ്ട്, ഒരു പേര് മറന്നുപോയി. അപ്പോൾ ഇതിലിവർ നോക്കുന്നത് ക്രിഫ് സ്കോറാണ്. അപ്പോൾ ക്രിഫ് വെച്ചിട്ടാണ് നമ്മുടെ ഒരു ലിമിറ്റ് വരിക. ഒരു 600-650 റേഞ്ചിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും ഇവരുടെ ഈ കാർഡ്. ഭയങ്കര താഴെയാണെങ്കിൽ എനിക്ക് ആക്ച്വലി ഇവർ അപ്രൂവ് ചെയ്യില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഒരു ക്രെഡിറ്റ് സ്കോർ നോക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ക്രിഫിൻ്റെ ഒരു ലിമിറ്റ് ഒരു ആവറേജൊക്കെ അവർ നോക്കുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസിന് നോർമലി ഇതുവരെ ലോൺ എടുക്കാത്തവർക്കൊക്കെ ആക്ച്വലി ഇത് കിട്ടും. എന്ന് വെച്ചാൽ അത് ജനറേറ്റ് അതിൻ്റെ അവൈലബിലിറ്റി. അപ്പോൾ ആ ഒരു ബേസിസിൽ നമുക്ക് ഇത് കിട്ടുന്നത് ക്രെഡിറ്റ് കാർഡ് അല്ല, ആക്ച്വലി പേ ലേറ്റർ കാർഡാണ്. അപ്പോൾ പേ ലേറ്റർ കാർഡിന് കുറച്ച് ഡൗൺ സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റ് ഫ്രീ ഡേയ്സ് കുറവായിരിക്കും പേ ചെയ്യാനുള്ളത്. അതുപോലെ ഇതിൽ എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടത് ഈ 1/3 1/2 ആ ഫീച്ചറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതും വിത്തൗട്ട് എനി ഇൻട്രസ്റ്റ്, വിത്തൗട്ട് എനി ചാർജ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ക്രെഡിറ്റ് കാർഡിൽ കഴിയുമ്പോഴും കിട്ടാത്തൊരു ഫീച്ചറാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് എടുക്കുക. കാരണം സ്ലൈസ് കാർഡ് ഞാൻ ചിലപ്പോൾ എടുക്കുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പോസ്റ്റ് പേ കാർഡ് ഉപയോഗിക്കുന്നുണ്ട് കുറേ കാലമായിട്ട്. അപ്പോൾ അത് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് രണ്ടും. അപ്പോൾ ഈ കാർഡും തരുന്നത് നമുക്ക് ശരിക്കും ആക്ച്വലി SBM ബാങ്ക് തന്നെയാണ്. അതുപോലെ പോസ്റ്റ് പേ കാർഡും ആക്ച്വലി തന്നേക്കുന്നത് SBM ബാങ്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ SBM ബാങ്കാണ് മോസ്റ്റ്ലി ഇപ്പോൾ എല്ലാ പോസ്റ്റ് പേ ലേറ്റർ കാർഡുകൾക്കും ഫുൾ ഫീച്ചറും കൊടുക്കുന്നത്. അപ്പോൾ ലേസി കാർഡും ഞാൻ ഇപ്പോൾ ലാക്സി കാർഡിൻ്റെ കാര്യങ്ങൾ കാണിച്ചു തരാം. ഞാനിവിടെ ഉണ്ടായിരുന്നു. ലേസി കാർഡും ആക്ച്വലി തന്നേക്കുന്നത് നമുക്ക് വേറെ കട സംഭവം കൂടിയാണ്. ലേസി കാർഡും ആക്ച്വലി തന്നേക്കുന്നത് SBM ബാങ്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ മോസ്റ്റ്ലി ഈ പേ ലേറ്റർ കാർഡ്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് SBM ബാങ്ക് തന്നെയാണ്. SBM ബാങ്ക് എന്ന് പറയുന്നത് ഒരു RBI അപ്രൂവ്ഡ് ബാങ്ക് തന്നെയാണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ വലിയ പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. ആദ്യം ഒരു RBL ബാങ്കായിട്ടാണ് ടൈപ്പ് ആയിരുന്നു, പിന്നെ അവർ മാറി, പിന്നെ SBM ബാങ്ക് ആയി ഇപ്പോൾ. അപ്പോൾ ഒരു കാർഡ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് SBM ബാങ്കാണ്. പിന്നെ മണി ലെൻഡിങ് ഫീച്ചേഴ്സൊക്കെ ചെയ്യുന്നത് വേറൊരു NBFC ആണ്, ഒരു ഫിനാൻഷ്യൽ സംഭവമാണ്. അപ്പോൾ അതാണ് ഇവരെ നമ്മുടെ ക്രെഡിറ്റ് ലൈനും കാര്യങ്ങളൊക്കെ തരുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ക്രെഡിറ്റ് ലൈനാണ്, നമ്മുടെ ക്രെഡിറ്റ് കാർഡല്ല. ക്രെഡിറ്റ് ലൈൻ വെച്ച് കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ സിബിൽ റിപ്പോർട്ടിലൊക്കെ ഇത് ആക്ച്വലി ഒരു പേഴ്സണലായിട്ടും കാണിക്കുക. കറക്റ്റായിട്ട് യൂസ് ചെയ്ത് പോയാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്ന് വെച്ചാൽ ആക്ച്വലി നമ്മുടെ സിബിലിൽ ഇങ്ങനെ ഒരു സംഭവം കാണിക്കും, പേഴ്സണൽ നമ്മൾ എടുത്തിട്ടുണ്ടെന്ന്. ആക്ച്വലി അതിൻ്റെ ഡീറ്റെയിൽസിൽ പേ ലേറ്റർ ഫീച്ചറാണ് ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും കറക്റ്റായിട്ട് ഫുൾ ഡീറ്റെയിൽ നോക്കാത്ത പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കത് പേഴ്സണലായിട്ട് കാണിക്കുക, അത്രേ ഉള്ളൂ. അത് ശരിക്കും നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫക്റ്റ് ചെയ്തേക്കാം, ഞാൻ ഉറപ്പൊന്നുമില്ല. എഫക്റ്റ് ചെയ്യില്ല എന്ന് ചെയ്യുമെന്നൊന്നും ഉറപ്പൊന്നുമില്ല കേട്ടോ ശരിക്കും ആക്ച്വലി. അപ്പോൾ നമ്മളെന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഫ്രണ്ട്സിലേക്ക് നമ്മളേക്കൊന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ ബൈ.